യെസ് ടൊവിനോ അല്ലേ? ഓ മൈ ഗോഡ്, ദൈവമേ, ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ ആശാനെ. നമ്മൾ ട്രെയിലർ കണ്ടതുപോലല്ല ഓവർവ്യൂ പറഞ്ഞിരിക്കുന്ന ടീനേജ് ബോയ് സെർച്ചിങ് ഫോർ ഹിസ് മിസ്സിംഗ് മദർ. ദൈവമേ, അപ്പൊ ആ തള്ള അവര് ചത്ത, അതോ ആ ചക്കൻ അത് സ്വപ്നം കാണുന്നതാണോ? എന്താ ഇത്? നമസ്കാരം എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ബാലൻ എന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ട്രെയിലറാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. ആ ഫിലിം ഡയറക്റ്റഡ് ബൈ ചിദംബരൻ ആണ്. പുള്ളി മഞ്ഞുമേൽ ബോയ്സ് ഒക്കെ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ റൈറ്റേഴ്സ് ചിദംബരൻ ആൻഡ് ജിത്തു മാധവൻ ആണ് നമ്മുടെ ആവേശം, രോമാഞ്ചം ഇതൊക്കെ എഴുതിയ ആളാണ്. ആവേശം പുള്ളിയനെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പം ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരാണ് സ്റ്റാർസ് ആയിട്ട് പറയാൻ. ഫ്രഷ് ഫേസ് ആണ്, കാരണം ഒരു കുഞ്ഞു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ, പിന്നെ ഒരു ഫ്രഷ് ഫേസ് ആണ് ലീഡിങ് ആക്ട്രസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ലേഡി ഫേസ് ആണ്. അപ്പൊ കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ ഇനി ട്രെയിലർ കണ്ടിട്ടാകാം. അപ്പൊ നമുക്ക് നേരെ ട്രെയിലർ കണ്ടാലോ. തുടക്കം തന്നെ ഒരു ചേസ്. From the director of Janaman and Manjumail Boys, KVN Productions. ഈ ശബ്ദം ഇവിടെ കേട്ടുള്ള പോലെ. നമ്മുടെ പുതിയ കഥ ആഹാ, സീക്രട്ട്. ഈ പയ്യനെ കണ്ടോ? പുള്ളിയെ ഞാൻ മഞ്ഞുമേൽ വോയിസിലാ. മേരി ലുക്ക ഷെർലി. അവൻ വരെ ഞെട്ടി, എന്റെ പേര് അഭിജിത്ത് ആണെന്ന്. ഭയങ്കര ഇന്നസെൻസ്. ഫിലിം കണ്ടിട്ട് വിവേക്. ഓ കണ്ടോ, ആ ആധാറിന് വാസുദേവ് എന്നായിരുന്നു പേര്. അമ്മൂമ്മ. സുഷിൻ ഷാവ്, മ്യൂസിക് കമ്പോസർ. തള്ളക്ക് ഭ്രാന്ത. ഓ, അത് ചോരയായിരുന്നു വെള്ളമായിരുന്നു? അത് ചോര ക്ലീൻ ചെയ്താണോ വെള്ളം ഒഴിച്ചത്? ഷൈജു ഖാലിദ്, ഫോട്ടോഗ്രാഫി. ഈ കൊച്ചു പോയിരുന്നു. ജിത്തു മാധവൻ, റൈറ്റർ. വെങ്കട്. യെസ് ടൊവിനോ അല്ലേ? ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. ബാലൻ വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയോ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. ഓ മൈ ഗോഡ്, എന്താണ് ഇത്? സീരിയൽ കില്ലറോ? ഡയറക്റ്റഡ് ബൈ ചിദംബരം. ഒരു സൈഡിൽ കുഞ്ഞ്, ഒരു സൈഡിൽ തോക്ക്. എന്തൊരു സ്നേഹം. ഇതാ അമ്മച്ചിയുടെ കട്ടിലാന്ന് തോന്നുന്നു. ചിദംബരൻ, ബാലൻ, ജൂൺ 19. ആഹാ, നൈസ്. ബാലൻ കൊള്ളാല്ലേ ട്രെയിലർ? ഇറ്റ് വാസ് സോ നൈസ് മാൻ. ആ കൊച്ചു പയ്യണ്ടാ, ഈ സോ ക്യൂട്ട്. അവന്റെ ആ ഫേസ്, അവൻ എങ്ങനെ ഇതൊക്കെ ഇത്ര ഒരു 2-3 മണിക്കൂറിലൊരു സിനിമ എന്നൊക്കെ ഇത്ര എന്തുമാത്രം ഡയലോഗാണ് ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേ? എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെ പിള്ളേർ സാധിക്കുന്നത് ഈ പ്രായത്തിൽ? ഈ വാസ് സോ ക്യൂട്ട്. ബാലൻ ദ ബോയ് എന്നാണ് ഈ ഫിലിമിന്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു അവനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഇവിടെ ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ ഫിലിമില് ആ കൊച്ചിന് പല പേരുകളാണ്. ആധാരി കണ്ടത് വാസുദേവ് എന്നായിരുന്നു. പിന്നീട് ആ കൊച്ചിന്റെ അമ്മ പറയുന്നത് അഭിജിത്ത് കുമാർ എന്ന്. അപ്പൊ അവൻ തന്നെ ഷോക്ക് ആവുന്നു. അവൻ ചോദിക്കുന്നു, ഇനി എന്റെ പേരെന്തായിരിക്കും, നമ്മൾ ഇനി ഏത് കഥയാ അല്ലെ, എന്തോ അങ്ങനെ ഒരു കഥ ചെയ്യാൻ പോകുന്നു, എന്തോ അതിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പം പിന്നെ കുറെ ഓട്ടമാണ്, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓട്ടം. അപ്പൊ ചിലപ്പം ഇവര് ഏതെങ്കിലും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോ ആ സ്ത്രീ ആയിരിക്കും, ഒന്നും അറിയില്ല.
അവരുടെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല. അപ്പം ആ ഹസ്ബൻഡിനെ തട്ടിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് അവരിനി വന്ന് അവിടെ സെറ്റിലായി, അവിടെ ഇനി വേറെ ഒരു ക്രൈം ചെയ്ത് അവിടെ നിന്നും പല പേരുകൾ അങ്ങനെ അങ്ങനെ ആയി. ചിലപ്പോ ഒരു ഓട്ടം ഓട്ടം ഒക്കെ ആയിരിക്കാം. വി ഡോണ്ട് നോ മാൻ, ദിസ് ഈസ് മലയാളം സിനിമ, നോ ബഡി കാൻ ഗസ്. പിന്നെ അതാണല്ലോ അതിന്റെ ഒരു ബ്യൂട്ടി. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് അത് അടിപൊളി സംഭവം. അടിപൊളി എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബീജം ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊരു എക്സൈറ്റ് ചെയ്യുന്ന ആവശ്യത്തിനുള്ള ബീജം മാത്രമാണ്, അതിന് ചേരുന്ന രീതിയിലുള്ള ബീജിയമാണ് ഇട്ടിരിക്കുന്നത്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്തോ ഒരു ക്ലോക്ക് ഒക്കെ ക്ലിക്ക് 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 ഇങ്ങനെയൊക്കെ അതിന്റെ ശബ്ദമാണ് ഭയങ്കര മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും, ഒരു ക്യൂരിയോസിറ്റി, പിന്നെ ഒരു മിസ്റ്ററി, നമുക്ക് എന്താന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ടൊവിനോയെ ഞാൻ കണ്ടു ഈ സിനിമയിൽ, അല്ലെ? ടൊവിനോയുടെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമായിരുന്നു. ടൊവിനോ തന്നെയാണ്. ജസ്റ്റ് ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചു പുള്ളി അങ്ങോട്ട് നടന്നു പോകുന്നു. എന്താ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഇത് ഒരു ഗസ്റ്റ് റോൾ ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും മെയിൻ എന്താ പറയുക കഥാപാത്രമുള്ള ഒരു ക്യാരക്ടറും ആയിരിക്കാം, ഒന്നും നമുക്കറിയില്ല. സിനിമ തന്നെ കാണണം. ജൂൺ 12 എങ്ങാണ്ടായിരുന്നു റിലീസ് ഡേറ്റ്. അപ്പം അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ്. അടുത്ത ആഴ്ച അല്ല, ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ്. കൊള്ളാം. ഓവറോൾ ഒരു വെറൈറ്റി, പിന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. പിന്നെ പുതിയ കാസ്റ്റും കൂടെ ആണല്ലോ, പുതിയ ഫുൾ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. നേരെ ആദി ശേഷൻ അതായിരിക്കും ചിലപ്പോ ആ കുഞ്ഞിന്റെ പേര്. ഫർസാന അതാ ലേഡി ക്യാരക്ടർ. പിന്നെ ഡോളി ജൂൺ, ജോൺ പോൾ, ബീന ആന്റണി. ഓക്കെ, ഹാ അതാണ് പുള്ളിക്കാരി. കുറെ നാൾ കഴിഞ്ഞാണല്ലോ സിനിമയിൽ കാണുന്നത്. പിന്നെ ഡയറക്ടർ ചിദംബരം, പ്രൊഡ്യൂസേഴ്സ് വെങ്കട്ട്, റൈറ്റർ ജിത്തു, DOP ഷൈജു ഖാലിദ്, അതും സംഭവം എടുക്കും. പിന്നെ മ്യൂസിക് കമ്പോസർ സുഷിൻ ശ്യാം. പിന്നെ 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 എവിടെയും ടൊവിനോയുടെ പേരില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു ലീഡ് സംഭവമായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആളെ കാണുന്നില്ല കേട്ടോ. ബാലൻ പിന്നെ പേര് ഈ സിനിമയുടെ വരുമ്പോ എനിക്ക് എന്റെ മൈൻഡിൽ വരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്നത് ബാർബർ ബാലൻ. ബാർബർ ബാലൻ സിന്ദാബാദ് സിന്ദാബാദ്. അത് കഴിഞ്ഞ് മലയാള സിനിമയിൽ ഇപ്പോഴാന്ന് തോന്നുന്നു ബാലനൊക്കെ വരുന്നതാ. ആ ബാർബർ ബാലനല്ല ഈ ബാലൻ, ഇത് വേറെ ബാലൻ, ഇത് യങ് ബോയ് ആയിട്ടുള്ള ഒരു ബാലൻ. കഥ മനസ്സിലാക്കാൻ കുറച്ച് ഞാനൊന്ന് ഓവർവ്യൂ നോക്കട്ടെ. Follows a teenage boy searching for his missing mother following a turbulent childhood and her subsequent disappearance, exploring his search for closure and the truth about his past. ദൈവമേ, ഇതെന്താടാ ഓവർവ്യൂ വായിച്ചപ്പോ ഭയങ്കര ഇത് അല്ലെ? എക്സ്പ്ലോറിങ് ആ പയ്യൻ അവന്റെ പാസ്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇതെല്ലാം ഫിക്ഷണൽ ആണ്, അവന്റെ മനസ്സിലുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ ആ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി അങ്ങനെ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ബൈ, അല്ലെ? സെർച്ചിങ് ഫോർ ഹിസ് മിസ്സിംഗ് മദർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ കണ്ട സ്ത്രീ മിസ്സിംഗ് ആണോ? ഞാൻ അതാ പറഞ്ഞത്, ഇത് ഭയങ്കര ഭയങ്കര ഒരു ഒന്നും മനസ്സിലാവും. അവിടെ ഇവിടെയും കാര്യം ചിലപ്പോ അവനായിരിക്കാം ഇതിന്റെ എല്ലാം, അല്ലെ? കാരണം ആ പോസ്റ്റർ നോക്കിയാല് അവനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ലേഡിയുടെ ഹാഫ് ഫേസ്, അവന്റെ അമ്മയെ പിടിക്കുന്ന ഒരു അത്രയും മാത്രമേ സംഭവം കാണുന്നുള്ളൂ. ജൂൺ 19 മോനെ ഈ പടം ഇറങ്ങുന്നത്. കൊള്ളാം. ഇത് മിക്കവാറും ക്ലിക്ക് ആവട്ടെ. കാരണം ഇതുപോലെ നല്ല നല്ല ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല പടങ്ങൾ ഈ മലയാള സിനിമയിൽ വരട്ടെ. അപ്പം എക്സൈറ്റ്മെന്റോട് കൂടി ഈ വീഡിയോയുടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഇത്ര ഉള്ളല്ലോ, തൽക്കാലം ഇത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പിന്നെ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ മക്കളെ, ബൈ.